You don't go to now. No, no. ഇപ്പൊ പോണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല. നാളെ പോണെന്നാ പറഞ്ഞു. നാളെ പോണമെന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല അഗ്നിമാരുടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതന്നെ 40 പോണെന്നല്ല, നാളെ പോണെന്നാണ് പറഞ്ഞത്. നാളെ പോണെന്നല്ലേ പറഞ്ഞേ, മൺഡേ ഞാനിവിടെ നിൽക്കാൻ പറ്റിയ വലിയൊരു വന്നല്ലോ. മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. എന്നോട് സ്നേഹത്തോട് ഇത്രയും നാളെ വിളിച്ച് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അവളോട്, അവൾ പോകുന്നു പറഞ്ഞില്ല. നീ പിന്നെ അവര് സംസാരിച്ചു കേറി സംസാരിച്ച് എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാന്. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. You don't go to now. No, no. ഇപ്പൊ പോണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല. നാളെ പോണെന്നാ പറഞ്ഞു. നാളെ പോണമെന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല അഗ്നിമാരുടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നു ഞാൻ അവരോട് പറഞ്ഞു. നാളെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ പോണോന്ന് പറഞ്ഞില്ല. It's okay. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. മൺഡേ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ ടു. ഓക്കെ, നാളെ നോക്കാം. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. അതാണ് ഞാൻ നിൽക്കാത്തത്. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നീ എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറയാം. ഞാൻ ജസ്റ്റ് ബായ് പറയാൻ വേണ്ടിട്ട് ആളെടുത്ത് സംസാരിച്ചു. അവർക്ക് കംഫോർട്ട് അല്ല, അവർക്ക് ഓക്കെ അല്ലെങ്കിൽ നീ അവിടെ ഇറങ്ങണം. അവരുടെ വീടല്ലേ, അതല്ലേ മര്യാദ. ഏതൊരു കാര്യത്തിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയൂലേ, അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് ഈ ഒരു വിഷയം കണ്ടിട്ട് തോന്നിയത്. കാര്യം ഈ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞ പുള്ളിക്കാരിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഞാൻ അടക്കം ഇന്നലെ സപ്പോർട്ട് ചെയ്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടതായിരുന്നു. അതായത് പുള്ളിക്കാരി US ആദ്യം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി അവിടെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പുള്ളിക്കാരിയുടെ വേറൊരു 4 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 70 വയസ്സുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ആ ഫ്രണ്ടിന്റെ വീട്ടുകാർ പുള്ളിക്കാരനെ നട്ടപ്പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതായിരുന്നു വിഷയം. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഞാനും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തത്. അതായത് ഏതൊരു മനുഷ്യനാണെങ്കിലും പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷേ ഇപ്പൊ ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്കും അവരവിടെ പറയുന്നുണ്ട് ഇന്ന് രാത്രി പോകണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഇന്ന് രാത്രി പോകണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നാളെയോ അങ്ങനെ വല്ലതും പോകാനാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി ആണ് അവിടെ നിന്ന് രാത്രി ഇറങ്ങിപ്പോയത്. അതിപ്പോ എന്തിന്റെ ബേസിനകത്താണെങ്കിലും നിങ്ങൾ രാത്രി ഇറങ്ങിപ്പോയി, രാത്രി അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. ഈ രാത്രി എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഭൂരിഭാഗം പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആ ഒരു വിഷയത്തിനകത്ത് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നുള്ളത് വേറെ കേസ്. അതിപ്പോ ശരിയാ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയായിട്ടുള്ളൊരു കേസല്ല. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്കൊരു പരിചയമില്ലാത്ത ഒരാൾ, ഞാൻ ഈ പറയുന്ന ഫ്രണ്ടിന്റെ കേസല്ല ഞാൻ പറയുന്നത്. ഫ്രണ്ട് അവിടെ നിൽക്കുക, ഫ്രണ്ടിന്റെ വീട്ടുകാർ, ഫ്രണ്ട് തന്നെ അവിടെ വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അതായത് സ്വന്തം വീട്ടിൽ വാടക കൊടുത്തിട്ടാണ് പുള്ളിക്കാരെ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, അതായത് ഈ പുള്ളി വേറെ ഏതോ ഒരാളെയും കൂടെ വിളിച്ചിട്ട് വന്നെങ്കിലാണ് വീട്ടിനകത്തേക്ക്. അപ്പൊ അവര് പറയണാണ് നിങ്ങളോട് ഇറങ്ങി പോകണം എന്ന്. പക്ഷെ ഇന്നല്ല, തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നാളെ വല്ലതും ഇറങ്ങി പോകാനാണ് അവർ പറയുന്നത്. നമുക്ക് ആ വീഡിയോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനകത്ത് ആ പുള്ളിക്കാരി തന്നെയാണ് രാത്രി ഇറങ്ങി പോയത്. രാത്രി ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈവ് ഇട്ട് കരഞ്ഞു വിളിച്ചൊരു ലൈവൊക്കെ ഇട്ട് അപ്പൊ എല്ലാവരും അങ്ങനെ വെറുതെ ഒരു ഇമോഷണൽ ഒരു സാധനമൊക്കെ കിട്ടി. അപ്പൊ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വല്ലതൊക്കെ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നിങ്ങൾക്ക് പറയുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ നിങ്ങൾ രാത്രി അത്രയും തണുപ്പത്ത് രാത്രി നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് പിന്നെ അത് വീഡിയോ ഇട്ടിട്ട് അത് ഒരുമാതിരി എനിക്ക് ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് അതാണ് തോന്നിയത്. ഇപ്പം അതിൻ്റെ ടോട്ടൽ വ്യൂ
കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണോ തോന്നുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു സിറ്റുവേഷൻ മാത്രം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇവരാണ് തെറ്റി ഇവരാണ് ശരി, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അരുണിമയുടെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത്? അതെല്ലാം നിങ്ങൾ വീഡിയോ കമന്റ് ഇടാം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി എനിക്കൊന്ന് അറിയേണ്ട ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ള എല്ലാ വീഡിയോ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.